കമ്മല് മേടിക്കാൻ വന്നതാണ്. കുട്ടികൾക്ക് എടുക്കാനുള്ള കട്ടി, പണ്ടത്തെ കക്കൂസ്. നല്ല ബിൽഡിംഗ് കക്കൂസ്. വിചിത്ര ജീവി. Welcome to yet another vlog of ours from Melbourne. And ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് മെൽബൺ മ്യൂസിയമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ അകത്ത് കാണാനുള്ളതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, നല്ല വെയില്, നല്ല രസം. വീഡിയോ എടുക്കാൻ പാടില്ലാണോ? കയറി വരുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഒരു വലിയ വെയിലിൻ്റെ ഫോസിലാണ്. ആൻഡ് ഇതൊക്കെ വെയിലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് വെച്ച് ഉണ്ടാക്കിയെടുക്കണ എന്തൊക്കെയോ പഴയകാല ടൂൾസും ആംബുലറ്റ്സും അങ്ങനത്തെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ്. വെയിലിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാർട്സ്. മുടി പോലെ ഇരിക്കുന്നത് വെയിലിൻ്റെ വായ്ക്കകത്തുള്ള എന്തോ ഒരു സംഭവമാണ്, ഒരു ബ്രഷ് പോലുള്ള ഒരു സംഭവമാണ്. അതിന്റെ ചെറുവരലിന്റെ അത്രക്കില്ലേ നീ? മലമ്പാമ്പിൻ്റെ ഫോസിലാണ്. ആൻഡ് അതിൻ്റെ പല്ലൊക്കെ നല്ല കൂർത്തിരിക്കുന്നുണ്ടായിരുന്നു. അടുത്തതാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. ഇവിടെ കുറേ ഡൈനോസേഴ്സിൻ്റെ ഫോസിൽസ് ഉണ്ട്. ഒരു വലിയ ഡൈനോസറിൻ്റെ ഫോസിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. ട്രെയിൻ പോലെയാണ് അത്. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. അത് എത്ര മീറ്റേഴ്സാണെന്ന് ഞാൻ പ്രോപ്പർ നോക്കിയില്ല. ആൻഡ് ഇതിനെപ്പറ്റി, ഈ ഡിഫറെൻറ്റ് സ്പീഷീസിനെ പറ്റിയും അവർ ഏത് കാലമാണ് ജീവിച്ചിരുന്നതിനെ പറ്റിയും അവരുടെ ഫുഡും അവരുടെ പല്ലുകൾ എങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇവിടുത്തെ ഓവറോൾ പ്രസൻറ്റേഷൻ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്. കാരണം ജസ്റ്റ് ഫോസിൽസ് മാത്രമല്ല, അവർ ഓവറോൾ ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എഫക്ട്സ് കൊടുത്തെടുക്കണത്. പിന്നെ ഡിജിറ്റലി കുറേ സ്ക്രീൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളും എല്ലാം അതും നമുക്ക് നല്ല നല്ല എൻഗേജിങ് ആയി തോന്നും. നമുക്ക് മതി അതിൽ സമയം കാണിക്കും. അത് വിട്ടോ. ഇതൊന്നും മാത്രമല്ല, ഇനിയും കുറേ ആനിമൽ റിമെയിൻസ് അവിടെ ഉണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ആനക്കുട്ടീനെ കേട്ടോ. ബോങ്സു എന്നാണ് പേര്. ആൻഡ് ആളെ ടാക്സിഡെർമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് വഴി ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചെടുക്കുകയാണ്. അത് ആക്ച്വൽ ഇവിടെ ജീവിച്ചിരുന്ന ഒരു ആന തന്നെയാണ്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായി പോയി അത് കണ്ടപ്പോൾ. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞത്. അവിടൊക്കെ ഫ്രണ്ടിലേക്ക് ഇതൊരു ഉറുമ്പ് കോളനിയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഗ്ലാസിൻ്റെ അകത്തോട്ട് നോക്കിയാൽ
നമുക്ക് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഫീല് കിട്ടും. അപ്പോൾ അതാണ് വിശാൽ ട്രൈ ചെയ്ത് നോക്കണത്. നിന്നെ അങ്ങനെ ചെല്ലുന്നുണ്ടല്ലോ വെച്ചാലോ? വിളിച്ചില്ല. ഇല്ല. ജസ്റ്റ് സ്കൂൾ ഗൈസ്, അടിപൊളി. ഇത് മറ്റേ ഇലയുടെ പോലെ ഷേപ്പ് അടക്കുന്ന സാധനം. ഇലയുടെ ഉള്ളിൽ കിടന്നൊക്കെ അറിയില്ല. സ്കോർ 8 HR. ആ ഞങ്ങൾ നിന്നെന്ന് ഇവിടെ തന്നെ പറയണ്ട, മറക്കുന്നത്. ഇത് സ്കോർപ്പിയൻ ഉപ്പിലിട്ടത്. എന്താ ഉപ്പിലിട്ടത്? ഞാൻ മനസ്സിലായ സാധനത്തിനാണ്. ഏത്? അല്ലല്ല, ഇത് ഈ സാധനം ഉണ്ടാക്കണണ്ട. ഇതിങ്ങനെ ശേഖരിച്ച് ഉണ്ടാക്കി ഇങ്ങനെ ഉരുട്ടി കളിക്കത്. ഇതാണ് എൻ്റെ ഹോബി. വീണ്ടും നമ്മൾ മറ്റൊരു ഡൈനോസർ റിമൈൻ്റെ അടുത്താണ് എത്തിയെടുക്കുന്നത്. ഇത് കുറച്ചും കൂടിയും എന്താ പറയുക, റിയലായിട്ട് നമുക്ക് തോന്നും. അതെന്തോ അത് പ്രിസർവ് ചെയ്തതിൻ്റെയോ പെയിൻറ്റ് ചെയ്തതിൻ്റെയോ എന്തോ ഒരു പ്രത്യേകതയാണ്. ഹൊറൈഡസ് എന്തോ ആണ് ഈ സ്പീഷീസിൻ്റെ പേര്. 2 വർഷം എടുത്തിട്ടാണ് അവർ ഈ ഫോസിലിനെ ഈ കാണുന്ന പോലെ ആക്കിയെടുത്തത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ആനിമൽ റിമെയിൻസ് ആണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് കേട്ടോ. ഇനി അങ്ങോട്ടുള്ളത് പഴയ പുരാവസ്തു ഐറ്റംസ് ആണ് മൊത്തം. പണ്ടത്തെ കക്കൂസ്, എയറിലിരുന്ന് അപ്പിടാം. എക്സോസ്റ്റ്, ദ ഫോൺ. ഞാനിപ്പോൾ ഈ ഇറങ്ങി വരുന്നത് ഒരു പഴയ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ്. പഴയ വീടിൻ്റെ ഒരു സെറ്റപ്പ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ത്രിൽഡായി പോയി അതിൻ്റെ അകം കണ്ടു. മണലൂർ വീടിൻ്റെ അപ്പുറത്ത് കയ്യാലുണ്ട്. അതായിരുന്നു അത് ഫസ്റ്റ് വീട്. ആ വീടിൻ്റെ എന്താ പണ്ടത്തെ ബെഡ് നോക്കി. അസൈലം പോലെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ കക്കൂസാണത്. കക്കൂസ് പുറത്തായിരുന്നു പണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ആദ്യം തുണി അലക്കിയിട്ടുണ്ട് അവിടെ. പണ്ടത്തെ വീട്ടിൽ ഒരു മണമുണ്ട്.
ഇല്ലേ ആറ്റൊക്കെ പടം വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. പരിപ്പ് ഇവരും പരിപ്പാ തിന്നായിരുന്നു. ലെൻഡിൽസ് എല്ലാവരും കഴിക്കില്ലേ? എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എടുക്കാനുള്ള കട്ടി പണ്ടത്തെ. എല്ലാവരും പിന്നെ ഫോട്ടോ ഉണ്ട് ആരുടെയൊക്കെ. എന്താ പലവട്ട മെഷീനാ? ന്യൂസ് പേപ്പർ പ്രിന്റ് ചെയ്യാൻ അപ്പുറത്തിരിക്കുന്ന ആദ്യത്തെ ന്യൂസ് പേപ്പർ. ഇനി നമ്മൾ പോകാൻ പോണത് ഒരു പഴയ സിനിമ തിയേറ്ററിലൊക്കെ കേട്ടോ. ഏതോ ഒരു പഴയ സിനിമ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഒറിജിനൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അബോറിജിനൽസ് എന്ന് പറയുന്നത്. അവരുടെ ടൂൾസാണ്. ശരിക്കും അബോറിജിനൽസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ മെൽബൺ മ്യൂസിയം.